ഹലോ, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ എന്താ പറയുക, തൊടിയുടെ ആകൊക്കെ പൊന്ത പിടിച്ച് കിടക്കണം കേട്ടോ. അപ്പോൾ അച്ഛനൊരാളെ പണിക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അയാളും അച്ഛനും കൂടി ആ തൊടിയൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞളും കൂവയൊക്കെ നടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. അതിൻ്റെ അടിയിലേക്ക് എന്തെങ്കിലും ഉണ്ടോ ദൈവത്തിന് അറിയാം. പറിക്കും പറയാം. പൂളക്കൊമ്പ് പറിക്കുന്നുണ്ട് കേട്ടോ. പൂളക്കൊമ്പ് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറിക്കണം. പിന്നെ തൊടിയൊക്കെ മഴ പോയിട്ട് ആ മഴയാൾ കൊടുന്ന് കൊടുക്കുക അച്ഛനെ. വറകുണ്ടല്ലോ പൊളിക്കാന്. ഞാൻ കൂവക്കഞ്ഞി നടണം ഒക്കെ പറ്റിച്ചിട്ടുണ്ടാവും. പൂവി തേനും ചേമ്പും കൊണ്ടച്ചാ അത്ര നിങ്ങളെ കാലിക്കടി അതൊക്കെ അടിക്ക് പോകും. ആ കമ്പി ഇങ്ങനെ വിലങ്ങി വെച്ച വരെ പോവല്ലേ അച്ഛാ? കൊച്ചല്ലേ മേലെ പൊന്തിക്കണ്ടേ? പിന്നെ കേറും നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് കേറിയിട്ട് ടാങ്കി വൃത്തിയാക്കാനും പറ്റും. അതിന് ബലം ഉണ്ടല്ലോ. അത് നല്ല ബലമുണ്ട്. അതിന് എപ്പോഴും ടാങ്കി എടുക്കൂലല്ലോ. ഇതിലേ കൊണ്ടുപോയാൽ മതി പൈപ്പ്. കുളിമുറിക്കുള്ള കക്കൂസിനുള്ള ആ കല്ല് പൊളിക്കണമെന്നുണ്ട്. ഇതില് മറ്റേ പൈപ്പ് വന്നിട്ടുണ്ട്. നിങ്ങൾ വാടച്ചക്കാ കൊടുക്കാത്തേക്ക് മുറിക്കും. അച്ഛനെ കൂടെ പോയ കുട്ടി വരുന്നുണ്ട്. മുന്നിനാ ട്രൗസറോ ആ ചളിക്ക് ഇപ്പം കുളിപ്പിച്ചിട്ടുള്ളൂ അമ്മ. ഈ കുളിപ്പിച്ചിട്ട് ഇപ്പൊ കയറ്റിട്ടുള്ളൂ. ഞാനാകെ വൃത്തിയില്ലാതെ കുന്നതിലൊക്കെ. കുളിക്കാനാണെങ്കിൽ ഭയങ്കര മടിയാണ്. അതിന്റെ കൊമ്പൊക്കെ അച്ഛ ഇനി ഒന്നും കൂടി കുത്തിക്കൂടെ? ഇതേപോലെ നല്ല വണ്ണത്തിൽ നിൽക്കുന്നുണ്ട് ഇപ്പൊ. അവിടുത്തെ കൊമ്പ് എന്തായാലും മതി. അത് വേണ്ട. ഇനി ഞാൻ മാമയോട് കുറച്ച് എഴുതി തരാൻ പറയും. കുഴിച്ചല്ലോ ഞാൻ കുഴിച്ചിട്ടുണ്ട്. നിക്കടാ അതെ ചേർത്ത് എന്തായാലും ഉണ്ടെന്നാവോ ആദ്യം പറഞ്ഞു. അല്ല ഉണ്ണിമേമ അല്ല ഉണ്ണി വന്നപ്പോ അല്ല ഉണ്ണി വന്നപ്പോ എന്നിട്ട് അന്ന് പറിക്കാൻ നോക്കിയില്ല നിങ്ങൾ ചേമ്പുന്നാണ്ടും പൂളി ഉണ്ടാക്കാൻ വേണ്ടി. ഇപ്പൊ എന്തായാലും അവിടെ ഒഴിവാക്കണം. ഞാൻ ആ വണ്ണള് കുഴിച്ചിടാൻ പറ്റുമോ? അവിടെ രസട്ടാ. ഈ വണ്ണള് കുഴിച്ചിടാൻ പറ്റുമോ? പറ്റൂലേ? ഒറ്റച്ചാ അത് ആ വാപ്പിയുടെ ഇടയിൽ തൊണ്ടിരിക്കണില്ല. അപ്പോൾ ഈ പൂളക്കൊമ്പ് അടയ്ക്കേ അവിടേക്കടായി അതടയ്ക്കേ. ഇനി പറിച്ചൂടി ഉണങ്ങണം. കയറ് കുറേ തുണികൾ അവർ കയറിട്ട് കൊടുക്കട്ടെ. അവിടെ എല്ലാം തുണികളും ഉണക്കിട്ടില്ല. അപ്പോൾ രണ്ടേ ചേട്ടാ ആൾക്കേ എന്തൊരു വെളുപ്പറിയോ. അമ്മ കൈക്കിട്ടും ഇത് അമ്മ കയറും കിട്ടി. അച്ഛൻ വെള്ളം കുറ്റി ഉണ്ടോ? നോക്കച്ചല്ലേ എന്തേലും നോക്കട്ടെ. ആ ഉണ്ട്. കുത്തിട്ടതിന് കാര്യമുണ്ട് അച്ഛാ. ഞാൻ വെറുതെ നോക്കിച്ചിട്ടാണ് അവിടെ അതിന് വെറുതെ കുത്തിട്ടതാ ഉണ്ടാവുക. അതല്ല കണ്ണുണ്ടാണ് പൂളേനെ. അവിടെ ആയിരിക്കും കുച്ചി. അവിടെ ഒന്നും ഉണ്ടാക്കാൻ സെറ്റാ. അവിടെ കുച്ചിടാൻ പറ്റില്ലല്ലോ. ഞാൻ ടാങ്കി വരുമല്ലേ. അത് അവിടെ പറഞ്ഞു പറഞ്ഞു ഇവിടൊക്കെ ഉണ്ടാക്കാം. അതിന്റെ അടിയിൽ ഉണ്ടാച്ചാ പൊട്ടിയെണ്ണോ? പൊട്ടിയെണ്ണ പോവാ വേർത്തണ്ട ഉന്നിന്ന് വെറുത്തിയാ മതി. അല്ല കഴുകിയിട്ട് ഫ്രിഡ്ജിക്ക് വെച്ചാൽ മതി. നോട്ടപ്പോ വേർത്തണ്ട ഈ പറഞ്ഞ കേക്കൂലഞ്ഞി. അല്ലടി ഇവിടുത്തെ പോള പോയി ഉണ്ടാവും. ഇല്ല ഉണ്ടെങ്കി ഇപ്പൊ അവിടെ കാണൂലേ. പൂളഞ്ഞു വരുത്താ കൂടി പറക്കണ്ടില്ലാണ്ട് പിന്നെ അവിടെ ഇനിയിപ്പോ പറിച്ചിട്ടുണ്ടെങ്കിൽ നിർത്താനും പറ്റൂല. പിന്നെ തിന്നാനും കിട്ടൂല പെരിച്ചായി തിന്നിട്ട്. അവിടുത്തെ അല്ല അവിടുത്തെ എന്തായിന്നാവും. അല്ല ഈ വാഴ കിട്ടില്ല. എന്താ വാഴ നിറച്ച് പുഴുക്കളായിരുന്നു. അതൊക്കെ തുമ്പുമ്പോ ഈ വാഴ നിറച്ച് പുഴുക്കളാ തുമ്പുമ്പില് ഉണ്ടാവുന്നില്ല. വെട്ടിക്കളി തൂമ്പ് പോയി. മറ്റേ വാഴയ്ക്ക് പോയി. മറ്റേ വാഴ വെച്ച് വാഴനൊക്കെ പുഴുക്കളാണ് എല്ലായിടത്തും. അത് ആ വാഴന്റെ തൂമ്പൊക്കെ തിന്നിട്ട്
ആ വാഴന്റെ തൂമ്പൊക്കെ തിന്നിട്ട് അത് പൊട്ടണം ഒന്ന് അതാ ഈ വാഴയൊക്കെ പോയി ആ വാഴയൊക്കെ പോക്കാണ് അതിന്റെ തൂമ്പൊക്കെ അത് വെട്ടാ അല്ലെങ്കിൽ ഇത് കൊല്ലാൻ പറ്റൂല ആ വാഴ നോട്ടിക്കാതെ നിങ്ങൾ എങ്ങനെ ഇത് കൂടി കമ്പ്യൂട്ടറാ എന്ന് പറയും ആ വാഴയൊക്കെ ഒന്ന് പോകേണ്ടി വരും നല്ല നല്ല വാഴകള് എടുത്ത് പുഴുക്കൊന്നു അതെ അടി വെട്ടിക്കോളി അടി വന്ന് പിന്നെ ആ ചെറുതും വെട്ടിക്കളച്ചാ കുഞ്ഞത് ഒടിഞ്ഞിക്കണതാ ഇനിത്ത് തെങ്ങ് തിറക്കണ്ടച്ചാ ഇത് തുറക്കുന്നില്ല ഇത് തടം കെട്ടുക ചെറുതാ ഇത് നടൻ കെട്ടുക ആ കല്ലൊക്കെ ഒന്ന് അടുപ്പിച്ചിട്ട് ആ കരിങ്കല്ലൊക്കെ എടുത്തിട്ട് അങ്ങനെ ആക്കിക്കൂടെ ആ കരിങ്കല്ലൊക്കെ കരിങ്കല്ല് എടുക്കത്തില്ല ഞാനിവിടെ കക്കൂസിന്റെ പണി വരെ എടുക്കുമ്പോ പാത്രത്തിൽ തല്ലിറക്കിയാൽ മതി ആ കമ്പനിയിൽ കൊണ്ടുപോകാനും ബുദ്ധിമുട്ട് അച്ഛൻ അവിടെ ഇപ്പോൾ കൊണ്ട് കുഴിയാക്കി ശരിയാക്കണ്ടോ അത് കൊടുക്കുന്ന നേരൊക്കെയത് ഇവിടെ കൊണ്ടുവന്നിട്ട് കൊണ്ടുണ്ടാക്കിയാൽ മതിയോ അതല്ല ഇവിടെ ഇതേ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുന്ന സമയത്ത് അതെ ആ മുളകും തൈ ഒന്ന് പറിച്ചു കൊണ്ടേക്കണോ ഇത് കൊണ്ടുപോകാനാണ് ബുദ്ധിമുട്ട് ഈ വാഴം പോയില്ലേ മത്തന കുമ്പളങ്ങ മത്തന കുമ്പളങ്ങ എവിടെ വാടിയത് എവിടെ വാഴ കൂടി പോയോ എടുത്തു അതാ കണ്ണ് കാണില്ലല്ലേ കണ്ണ് ഇതാണ് ഞാൻ കുമ്പളം വള്ളി അവിടെ വാഴമുക്കിൽ പോയിട്ട് എവിടെ എവിടെ അവിടെ പോയി ഞാൻ കണ്ടു ഞാൻ കണ്ടപ്പോ പറഞ്ഞത് ഇതല്ലേ ഇതല്ല അതിതാണ് എന്താ മൂച്ചിക്കായ കുറ്റിക്കായ അതൊക്കെ അവിടെ കാട് പോലെ ആക്കിയിട്ട് എന്താ കാര്യം ഇവിടുത്തെ ഇൻട്രസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു ശരിയാണ് ഇവിടെ ചെയ്യാൻ പറ്റാത്ത കാരണമല്ല അമ്മ വയറ് ഇതൊക്കെ ഇങ്ങനെ എത്രയും വയറൊക്കെ ഇങ്ങോട്ട് വരിക കുറേ മഞ്ഞളുണ്ടല്ലോ വെക്കാന് ആ കൂവ കണ്ടത് നിലത്ത് കടന്നിട്ട് മുളച്ചു അതിമൊക്കെ എല്ലാം ഉണ്ടായി പ്ലാവുമ്മ കുറച്ച് പണികളുണ്ട് കേട്ടോ കുറച്ച് വൃത്തിയാക്കാണ്ടായിരുന്നു അപ്പോൾ ഒരാളെ വിളിച്ചിട്ടുണ്ട് കേട്ടോ പണിക്ക് അപ്പോൾ മാമൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ അച്ഛനൊക്കെ മാമൻ നോക്കിയിട്ട് വയസ്സായതാട്ടോ അപ്പോൾ അത് എന്താ പറയുക അവിടെയൊക്കെ എന്താ പറയുക പണിക്ക് അവിടെയൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടേ തൊടിയൊക്കെ ആകെ പൊന്ത പിടിച്ച് ഇതായി കിടക്കായിരുന്നു അപ്പോൾ കുറച്ച് മഞ്ഞളും കൂവയും പിന്നെ അതേപോലെ തെങ്ങൻ തൈ ഉണ്ടായിരുന്നു 3-4 തെങ്ങൻ തൈ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അച്ഛനൊറ്റയ്ക്ക് ചെയ്യാൻ വയ്യാത്ത കാരണം അച്ഛനൊരാളെ വിളിച്ചിട്ടുണ്ട് എന്നാലും അച്ഛനും കൂടും അച്ഛൻ വെറുതെ ഇരിക്കുകയും ചെയ്യില്ല അച്ഛനും കൂടും സഹായിക്കാൻ അപ്പോൾ അവർ തെങ്ങ് തുറന്നു കൊടുത്തപ്പോഴേ അച്ഛൻ വേഗം തോലൊക്കെ വെട്ടിയിട്ട് തോലൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മണ്ണ് ഇടാണ്ടായിരുന്നു വാഴയ്ക്കൊക്കെ അപ്പോൾ അതൊക്കെ ചെയ്യട്ടെന്ന് അച്ഛനാണെങ്കിൽ വെറുതെ ഇരിക്കുകയും ചെയ്യില്ല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പണികൾ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ എന്താ പറയുക കുറച്ച് ഒരു 3-4 തൈ മൂച്ചി തൈ ഉണ്ടായിരുന്നു അവിടെ ചങ്ങനംകുളത്ത് നിന്ന് അപ്പോൾ അത് വെക്കാണ്ടായിരുന്നു അതൊക്കെ വെച്ചു അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക കുമാരേട്ടനും പിന്നെ വേറൊരു മാമൻ എന്ന് പറയും അയാളാണ് ഇവിടെ പണിക്ക് സ്ഥിരമായിട്ട് വരല് കേട്ടോ അപ്പോൾ അവരെ വിളിക്കുകയാണെങ്കിൽ പിന്നെ നമ്മളൊന്നും പറഞ്ഞു കൊടുക്കണ്ട അവരെന്നെ എല്ലാം ചെയ്യും കേട്ടോ അങ്ങനെ ഞങ്ങളിവിടെ എന്താ പറയുക കുറച്ച് മഞ്ഞളൊക്കെ ഞങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ള മഞ്ഞളൊക്കെ ഞങ്ങളിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക കാരണം പുറത്തുനിന്ന് മഞ്ഞൾ തീരെ വാങ്ങലില്ല ഇവിടെ ഞങ്ങൾക്ക് അത്യാവശ്യം പൊടിക്കാനുള്ള മഞ്ഞൾ ഇവിടെ തന്നെ ഉണ്ടാകും പിന്നെ തെങ്ങ് രണ്ട് തെങ്ങുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തുറന്നിട്ടിട്ട് തോലൊക്കെ ഇട്ട് കൊടുത്താൽ ഞങ്ങൾക്ക് അത്യാവശ്യം തേങ്ങ അരയ്ക്കാനും അതുപോലെ ആട്ടാനൊക്കെ തേങ്ങ ഉണ്ടാവലുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പണി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ